ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളാണ് ചെയ്യുന്നത്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ഈ ചെടി കണ്ടില്ലേ, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ ഒരു ചെടിയുടെ പേര്? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഹോമലോമന എന്നാണ് കേട്ടോ ഈ ഒരു ചെടിയുടെ പേര്. നല്ല പേരല്ലേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വന്ന് നോക്കാൻ നേരത്ത് കാണുന്നത് ഇതിൻ്റെ ലീഫിലൊക്കെ നിറയെ പൊടിയും അഴുക്കും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര നല്ല ലീഫാണ് ഇതിൻ്റെ, അപ്പോൾ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ നല്ല തിളക്കവും ഭംഗിയായിരിക്കും. ഞാൻ ചെറിയൊരു തുണിക്കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ലീഫിലൊക്കെ നല്ലോണം തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ അതിലെ പൊടിയും അഴുക്കും എല്ലാം മാറി നല്ല തിളക്കമുള്ള ലീഫായിട്ട് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ചെടിക്ക് മാത്രമല്ല കേട്ടോ ഇതുപോലെ ലീഫൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാറ്. നമ്മുടെ CC പ്ലാന്റിൻ്റെ ലീഫും ഞാൻ ഇതുപോലെ നിറയെ പൊടിയൊക്കെ ആവാൻ നേരത്ത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല തിളക്കത്തോടെ അതിൻ്റെ ലീഫ് ഇരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ചെടികളിൽ എനിക്ക് ലീഫി പ്ലാന്റ്സ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്കും അതുപോലെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്നോട് കുറച്ച് പേരൊക്കെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്, നീ എന്തിനാ ഈ ഇലച്ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്, വല്ല പൂച്ചെടികളൊക്കെ ആണെങ്കിൽ അതല്ലേ ഭംഗിയെന്ന്. പക്ഷേ നമ്മൾ ഈ ചെടി ഇഷ്ടപ്പെടുന്നവർക്കല്ലേ അറിയൂ ഇതിൻ്റെ ഒരു ഭംഗി എത്രമാത്രം ഉണ്ടെന്ന്. അവർക്ക് എങ്ങനെ അറിയാമല്ലേ നമ്മൾ എങ്ങനെ ഇത് നോക്കുന്നതെന്ന്. ഞാൻ ആദ്യമൊക്കെ ഈ ഒരു ചെടി വെയിലത്ത് വെച്ചിരുന്നതുകൊണ്ട് ഇതിൻ്റെ ഇലയ്ക്ക് നല്ലോണം പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴുത്ത് മഞ്ഞ കളറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലീഫ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിങ്ങനെ വെയിലത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ മാറുന്നതെന്നും ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണെന്നൊക്കെ പിന്നീടാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാനൊരു ഷെയ്ഡിലാണ് ഇത് വളർത്തുന്നത്. ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാമല്ലോ ഇതിൻ്റെ ഒരു ഷൈനിങ് എത്ര ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, പിന്നെ കാണാം.